ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വചനത്തിൽ കാണാം, 2 കൊരിന്ത്യർ 12:9 കാണാം, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, പൗലോസിനോട് കർത്താവ് സംസാരിച്ചൊരു വചനമാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം, ശരീരത്തിൽ ഒരു ഭാരം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറാൻ വേണ്ടി കർത്താവിനോട് 3 വട്ടം അപേക്ഷിച്ചു എന്നാ വചനത്തിൽ പറയുന്നത്. ഈ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. ഈ പൗലോസെ, നിന്റെ ജീവിതത്തിലെ ഈ ശൂലം മാറുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചെങ്കിലും എന്റെ കൃപ നിനക്ക് മതിയെന്ന് കർത്താവ് പൗലോസിനോട് പറഞ്ഞു. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുമെന്ന് കർത്താവ് പൗലോസിനോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ വിഷയങ്ങളും അല്ല, എന്നാൽ ചില വിഷയങ്ങളിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കും എല്ലാം ചിലർക്ക് ബലഹീനതകളുണ്ട്, ചിലരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, ചില രോഗങ്ങള്, ചില വിഷയങ്ങൾ. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ചില ഉത്തരം, ചിലപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉത്തരം ഇങ്ങനെ ആയിരിക്കും, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ ദൈവത്തിന്റെ നാമം ആ വിഷയത്തിൽ, ആ ദൈവത്തിന്റെ നാമം അവിടെ ഉയർത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ചില ബലഹീനതകൾ, നാം ബലഹീനരായിരിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാം. ചില വിഷയങ്ങളിൽ നാം ബലഹീനരായിരിക്കുന്നെന്ന്. പക്ഷെ ആ ബലഹീനരായിരിക്കുന്ന നാം തന്നെ ആ ബലഹീന അവസ്ഥയിൽ നിന്ന് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആശ്ചര്യപ്പെടും. ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ബലഹീനതകളൊക്കെ ഉണ്ട്, ഈ വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതല്ലല്ലോ, പിന്നെ എങ്ങനെ ഈ വ്യക്തി ഇത് ചെയ്തെടുത്തു എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടാനിടയാകും. കാരണം എന്താ? ദൈവത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വന്നിട്ട് ആ ശക്തിയിലൂടെ നമ്മൾ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയത്തക്ക വണ്ണം നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാനിടയാകും. അപ്പൊ കർത്താവ് ചില കാര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കും, എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ നമ്മൾ വല്ലാതെ ഭാരപ്പെട്ട് ദൈവത്തോട് ഇതൊന്ന് മാറ്റി തരണേ ദൈവമേ, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കും, എന്റെ കൃപ നിനക്ക് മതി. അപ്പം കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരവസ്ഥയെ നമുക്ക് നേരിടുവാൻ കഴിയും. കർത്താവിന്റെ ശക്തി നമ്മുടെ ബലഹീനതയെ തികഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏത് ചെയ്യാത്ത കാര്യത്തെയും ചെയ്യുവാൻ നമുക്ക് കഴിയും. അപ്പം കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാവുകയും കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുകയും ചെയ്യുമ്പോൾ ഏത് കാര്യങ്ങളെയും നേരിടുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്തത് കൊണ്ടോ നമുക്ക് ചില ബലഹീനതകൾ ഉള്ളത് കൊണ്ടോ നാം ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ വചനം നമ്മളോട് സംസാരിക്കുകയാണ്, എന്റെ കൃപ, കർത്താവിന്റെ കൃപ നമുക്ക് മതി. കർത്താവിന്റെ ശക്തി നമ്മുടെ ബലഹീന അവസ്ഥകളിൽ തികഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. അത് നമ്മെ പൂർണ്ണ ശക്തിയുള്ളവരാക്കി തീർക്കും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.